സിനിമ ടാക്കീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കന്നഡ ചിത്രത്തെ കുറിച്ചാണ്. ചിത്രത്തിന്റെ പേര് സു ഫ്രം സോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് വരണം. എത്ര മനോഹരമായ നാട്, എത്ര നല്ലവരായ മനുഷ്യർ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് വന്നാലുണ്ടല്ലോ. കഴിഞ്ഞ ജൂലൈ 25-ന് കന്നഡയിൽ റിലീസായ ചിത്രമാണിത്. ധാരാളം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചതുകൊണ്ട് ചിത്രം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. ഈ ചിത്രത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേ ഫ്രെയിംസ് ആണ്. ഇതൊരു കോമഡി ഹൊറർ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ ഡയറക്ടറും റൈറ്ററും JP തുമിനാട്. പുള്ളി തന്നെയാണ് ചിത്രത്തിൽ അശോകൻ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ ഷനൽ ഗുരു രവീണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പ്രശാന്ത് തുജിനാട് ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ നാടിന്റെ രവിയാണ്. എന്താ കുട്ടിയുടെ പേര്? സരിത. പെൺകുട്ടിയാണല്ലേ? ഞാനാ സരിത രവിയണ്ണ. ഇത് രവിയാണെന്റെ റൈറ്റ് ഹാൻഡ് സതീഷാണ്. അമ്മ രവിയണ്ണ ഇവിടെ ഉണ്ട്. അമ്മ എത്ര വേണേലും കുളിച്ചു. രവിയണ്ണ ഇവിടെ ഉണ്ട്. ശൈശ. ദിപായ് ദാസ് സതീശനായിട്ടും കനകഗുരുവായിട്ട് രജി ഷെട്ടിയും അഭിനയിക്കുന്നു. ഈ ചിത്രത്തിൽ പറഞ്ഞതുപോലെ രവി അണ്ണനും അളിയനും ചെയ്ത കഥാപാത്രം അടിപൊളിയാണ്. ഏതിനും എന്തിനും പോകുന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മരണ വീട്ടിലെ പരിപാടിയായാലും കല്യാണ വീട്ടിലെ പരിപാടിയായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രവി അണ്ണനും അളിയനും കട്ടക്ക് നിൽക്കുന്നതാണ്. ഒരാളുടെ ശരീരത്തിൽ ആത്മാവ് കയറുന്നതും അതുമായി ബന്ധപ്പെട്ടാണ് സിനിമ പുരോഗമിക്കുന്നത്. അത് ഒഴിപ്പിക്കുന്ന ഭാഗമായിട്ട് കനകഗുരു എത്തുന്നു. അതിന്റെ കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കോമഡി രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. എനിക്ക് ചിത്രം കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫും അതെ സെക്കൻഡ് ഹാഫും അതെ ലാഗ് തോന്നിയേയില്ല. ഈ ചിത്രം ഏകദേശം 2.5 മണിക്കൂറാണ് ദൈർഘ്യം. ഞാനിത് കണ്ടത് പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഓൾഡ് സെൻട്രൽ ടാക്കീസിലാണ് കണ്ടത്. ഹൗസ്ഫുള്ളായിരുന്നു സിനിമ കാണാനായിട്ട്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ലൊരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയത്. വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു സിനിമ വിശേഷമായി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.